കളിയും യാത്രയും മാത്രമല്ല അവധിക്കാലമെന്ന് തെളിയിക്കുകയാണ് ഇരിങ്ങാലക്കുടയിലെ പോത്താനിയിലുള്ള നാമ്പ് കലാസാംസ്കാരിക വേദി എന്ന കുട്ടിക്കൂട്ടത്തിലെ കുഞ്ഞുകൂട്ടുകാർ. ഈ വേനലവധിക്കാലത്ത് കളികളോട് വിട പറഞ്ഞ ഇവർ സാധാരണക്കാർക്ക് ആവശ്യമായ ഗൃഹോപയോഗ ഉൽപ്പന്നങ്ങൾ വീട്ടിലുണ്ടാക്കി വിൽപ്പന നടത്തുന്ന തിരക്കിലാണ്. ഏഴാം ക്ലാസ്സിലെ ശാസ്ത്ര പാഠപുസ്തകത്തിലെ ആസിഡും ആൽക്കലികളും എന്ന പാഠഭാഗമാണ് കുട്ടിക്കൂട്ടത്തിന് വേനലവധിക്കാലം പരീക്ഷണ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്രചോദനമായത്. പ്രദേശത്തെ 20ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് ഗൃഹോപയോഗ വസ്തുക്കൾ നിർമ്മിക്കുന്നു. അയൽപ്പക്കത്തെ വീടുകളിൽ ഇവ വിൽപ്പന നടത്തി സ്വയം സമ്പാദ്യശീലം കൂടി പഠിച്ചെടുക്കുകയാണ് കുട്ടികൾ. കൃത്രിമ വസ്തുക്കൾ കൂടുതലായി ചേർക്കാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് തന്നെ വിറ്റുതീർന്ന സന്തോഷത്തിലാണിവർ. ഇതര ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മികവുറ്റതാണെന്നും വിലയിലും കുറവുണ്ടെന്നും ഉപയോഗിച്ചവർ സാക്ഷ്യപ്പെടുത്തിയതിനെ തുടർന്ന് ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഷാംപൂ, ഫിനോയിൽ, ക്ലോസറ്റ് ക്ലീനർ എന്നിവയുടെ നിർമ്മാണത്തിനും കൂടി ഇവർ തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് തന്നെയുള്ള ഒരു 100 വീടുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിത് 1/2 ലിറ്ററിൻ്റെ കുപ്പികളായിട്ടാണ് കൊടുക്കുന്നത്. മൊത്തം 60-70 കുപ്പികളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ അത്ര വീതം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹാർപ്പിക്ക് അതിൻ്റെ അത്ര വിലയില്ല ഇതിന്. അതിലാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ക്ലോസറ്റിൽ എപ്പോഴും ജേംസിന് ഒക്കെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രധാനമായിട്ടും. പക്ഷെ അത് നമ്മളെ ക്ലോസറ്റിന് ഒരുപാട് ബാധകമാണ്. നമ്മളെ ടാങ്കിനുള്ള ഒരുപാട് നല്ല ബാക്ടീരിയസിനെയും കൊല്ലുന്ന ഒന്നാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ഉപയോഗിക്കാതെ ഉണ്ടാക്കിയതാണ് ഇത്. അതേപോലെ തന്നെ വൃത്തി നൽകുമെങ്കിലും ഇങ്ങനെയുള്ള ബാക്ടീരിയകളെ കൊല്ലാനായിട്ട് ഇത് സഹായിക്കുന്ന ഒന്നല്ല. വിഷുക്കണിയും ക്രിസ്മസ് കരോളുമൊക്കെ നടത്തി ലഭിച്ച തുക ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ കഞ്ഞി വിതരണത്തിനായി നൽകി മുൻപും മാതൃക കാണിച്ചിട്ടുള്ള ഈ കുരുന്നുകൾ ഈ വേനലവധിക്കാണ് ആദ്യമായി കച്ചവടം ആരംഭിച്ചത്. 100 മുതൽ 500 രൂപ വരെ ഒരു ദിവസം ലാഭമുണ്ടാക്കാറുണ്ടെന്നും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഹയാന ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഈ സമൂഹം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഞങ്ങളെ പെൺകുട്ടികൾ ചെയ്യുന്നു, ആൺകുട്ടികൾ ചെയ്യുന്നു, അങ്ങനൊരു വ്യത്യാസത്തിലാണ് അവർ എപ്പോഴും ഞങ്ങളെ നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടുകാർ അതൊന്നും നോക്കാതെ പെൺകുട്ടികളായാലും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. വീട്ടുകാരോട് നന്ദി ഞങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. 3 ഐറ്റംസിൽ ആദ്യം ഞങ്ങൾ പ്രില്ല് ആണ് ഉണ്ടാക്കിയത്. അതിൽ ഫസ്റ്റ് കാസ്റ്റിക് സോഡ, അതുപോലെ തന്നെ സോഡിയം സൾഫേറ്റ്, പിന്നെ സ്ലറി, പിന്നെ ഫ്രാഗ്രൻസും കളറും, ഇത്രയാണ് ചേർക്കാറുള്ളത്. പിന്നെ ബാക്കി 10 ലിറ്റർ ആയിട്ടാണ് നമുക്കിത് ഒരെണ്ണമായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. മൊത്തത്തിൽ ഇത് ഗ്രൂപ്പായിട്ടാണ് എല്ലാ ഐറ്റംസും ഒരുമിച്ചാണ് ഞങ്ങൾ വാങ്ങിയത്. തങ്ങളുടെ കുട്ടിക്കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കാനാണ് ഇവരുടെ തീരുമാനം. കുഞ്ഞു കൂട്ടുകാർക്ക് കച്ചവടത്തിനായുള്ള എല്ലാവിധ സഹായവും ഇവരുടെ അച്ഛനമ്മമാരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്.